ഹലോ ഗെയ്സ്, ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലാണ്. അതുണ്ടാക്കാൻ പോകുന്നത് ഞാൻ അവലും പഴം ക്യാരറ്റും കൊണ്ട് ഒരു ബരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതായിക്കതാ പിന്നെ കടലുണ്ട്, പൊട്ടുകടലുണ്ട്, ബദാം പരിപ്പുണ്ട്, എള്ളുണ്ട്, പിന്നെ തേങ്ങ, പിന്നെ ഇതാ ക്യാരറ്റ് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ അവല് ഒരു 1.5 ഗ്ലാസ് അവലെടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ 3 പഴം എടുത്തിട്ടുണ്ട്, 3 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽക്കുന്ന 3 അച്ച് വെല്ലം. ഈ 3 അച്ച് വെല്ലം ഞാൻ ഉരിക്കാൻ പോവുകയാണ്. വെള്ളം പാർന്നതാ ഒരു കോപ്പ വെള്ളം പാർന്ന് ഉരിക്കാൻ പോവുകയാണ്. അടുപ്പത്ത് വെച്ചിട്ട് ഉരിക്കാൻ പോവുകയാണ്. അടുപ്പത്ത് വെച്ച് ഉരിക്കാൻ പോവുകയാണ് ഗൈസ്. എല്ലാവരും എനിക്ക് ഗ്യാസ് ഓൺ ചെയ്യും. എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഇന്നെ അറിയിപ്പിക്കണം. എല്ലാവർക്കും സ്വാഗതം. മക്കളെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിപ്പിക്കണം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ. ശർക്കര നേരെ ഒന്ന് ഉരുകി വരട്ടെ. നെയ്യ് വാങ്ങില്ലേ, നെയ്യ് ഇതാ നമ്മൾ നാട്ടിലുണ്ടാക്കിയ നല്ല നാടൻ നെയ്യാണ്. അതിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ പിന്നെ ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി മെൽറ്റായി വരട്ടെ. മെൽറ്റായി വന്ന ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെക്കാൻ പോവുകയാണ്. കേട്ടോ മക്കളെ. അപ്പോൾ മക്കളെ ഇതാ ശർക്കരയൊക്കെ ഇതാ ഉരുകി വന്നിട്ടുണ്ട്. ഉരുകി ഇതാ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നും ഒന്നും കൂടി കട്ട ഉടനെ കിട്ടാണ്ട് നല്ലോണം ഉരുകി വന്നോട്ടെ. അപ്പോഴാണ് നമ്മളെ ഇത് ശരിയാക്കാൻ പോകുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലോണം ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. എന്നാൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്താൽ ഉരുക്കി വന്നിട്ടുണ്ട്. ഞാൻ അടിച്ചാൽ വല്ല കല്ലോ മട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തിന്നുമ്പോൾ കടിക്കും. അപ്പോൾ ഇത് അരിച്ചെടുക്കുകയാണ്. ശർക്കര ഉരുകിയത് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ മാറ്റി വെക്കുന്നത് ഞാൻ ഇതായിമേക്ക് വെക്കാൻ പോകുന്നതാണ്. ഈ ചട്ടി വെക്കുകയാണ്. അതിലേക്ക് ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിട്ടെടുത്തു. നമ്മൾ ആദ്യം വറക്കാൻ പോകുന്നത് പഴം 3 പഴം കഷ്ണം വെട്ടി ചെറിയ കഷ്ണത്തിൽ വെക്കാനാണ്. അത് നല്ലോണം ഇതൊന്ന് ഉരുകി വരട്ടെ. ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയിരിക്കണം. ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ പഴം അതിൽ കൊട്ടി കൊടുത്താണ്. പഴം മുറിച്ച് അതിൽ കൊട്ടി കൊടുത്തിട്ടുണ്ട്. പഴം കൊട്ടി കൊടുത്തു. ഇനി അതൊന്ന് നന്നായി നല്ലോണം വഴങ്ങി വരണം. അതിലേക്ക് നമ്മൾ ഉള്ളി ശർക്കരപ്പാനി കുറച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ നല്ലോണം ഇതൊന്ന് വഴങ്ങി വരട്ടെ മക്കളെ. നല്ലോണം ഈ പഴം കാരണം നല്ലോണം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കണം. പഴമൊക്കെ ഏകദേശം കുറഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം പഴം കുറഞ്ഞ് വന്നിട്ടുണ്ട്. ആ നെയ്യിൽ അതിൻ്റെ ഒക്കെ പ്രത്യേക ഒരു മണം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ഏലക്കായുടെ ഒരു ലേശം ഒരു നുള്ള് ഏലക്കായുടെ ലേശം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണം കിട്ടുമ്പോൾ അതിൻ്റെ രസം വേറെ മുന്നിട്ട് നിൽക്കും. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കിട്ടും. നമ്മളിനി ഇതിലേക്ക് ലേശം ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ആ പഴം കണ്ടിട്ടൊന്ന് വെറ്റായി വരണം. ഒന്ന് നല്ലോണം നല്ലോണം വരട്ടെ. നല്ലോണം വെന്ത് വന്നതിന് ശേഷം അപ്പോൾ നമുക്കതൊന്ന് മൂടി വെക്കാം. പഴം നമുക്കൊന്ന് മൂടി വെക്കുകയാണ്. മൂടി വെച്ചിട്ടുണ്ട്. പഴം ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ മൂടി വെക്കാം. ഇതാ പഴം അതിൽ കടന്ന് വെന്ത് വന്നു. നല്ലോണം നമ്മുടെ പഴമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. വേറെ പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. ഞാൻ അതിലേക്ക് ലേശം കൂടി നെയ്യ് ഇട്ട് കൊടുക്കണം. ലേശം കൂടി നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ലേശം കൂടി നെയ്യ് കൊടുക്കുകയാണ്. ലേശം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിട്ടെടുത്ത് എനിക്ക് നമ്മളിടാൻ പോകുന്നത് ഈ എള്ളും കടലയും പൊട്ടുകടലയും ബദാം പരിപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ബദാം പരിപ്പാണ് ഇടുന്നത്. പിന്നെ നമ്മൾ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പകുതി കടല അവിടെ മാറ്റി വെക്കണം. ലേശം എള്ളും നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം നെയ്യിൽ കടന്നിട്ട് എല്ലാം സെറ്റായതിന് ശേഷം നമ്മളതിലേക്ക്
ഉള്ളി കൂടി ശർക്കര പാനി ഒഴിച്ചെടുക്കുന്നുണ്ട്. ആ കല്ലും നല്ലോണം അതിൽ കണ്ടൊന്ന് വഴഞ്ഞ് വരണം. ഞാൻ അതിലെടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റല്ല അവല് തേങ്ങ ഇട്ടെടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ടെടുക്കുകയാണ്. തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം അതിൽ കണ്ടൊന്ന് മൂക്കട്ടെ. ലേശം നെയ്യ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നല്ലോണം നരിച്ചായി ഇതുണ്ട്. അതിൽ കണ്ടിട്ട് നമ്മൾ അതിൽ ഇട്ടെടുക്കുന്നത് അവലാണ്. അവൽ ഇട്ടെടുക്കുന്നുണ്ട്. കുറച്ച് അവലിട്ടെടുക്കണം. കുറച്ച് അവലിട്ടെടുത്തിട്ട് നന്നായി കണ്ട് വറക്കണം. നല്ലോണം ഒന്ന് വറുത്ത് വരട്ടെ മക്കളെ. അതിൻ്റെ ആ മണം ആ നെയ്യ് കണ്ടൊന്ന് അങ്ങനെ മൂക്കുമ്പോൾ അതിൻ്റെ ആ മണം കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ അവലും ക്യാരറ്റും പഴത്തിനുള്ള വരട്ടിന് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഐസ്ക്രീം പറഞ്ഞ് തിന്നും. പക്ഷേ ഐസ്ക്രീമിൻ്റെ കയ്യിലില്ല. ഇനി പുറത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ടണം. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. മിക്സിയുടെ ലെവലായിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ അവലും പഴം ക്യാരറ്റുള്ള വരട്ട് ഇട്ട് നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ലേശം കൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലോണം ഒന്ന് സെറ്റായി വരട്ടെ. ലേശം കൂടി ശർക്കര പാനി തന്നിട്ടുണ്ട്. നമ്മളെ ഈ ഒരു കൂട്ടിന് നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട്. ആ കടലരി, ആ ബദാമിൻ്റെ പൊട്ടുകടലരി, പിന്നെ നിലക്കടലരി എള്ളിൻ്റെ ഒക്കെ ഒരു ഇതിങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ പാനി ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു നമ്മൾ അവലും ക്യാരറ്റും പഴമുള്ള വരട്ട് ലെവലായിട്ടുണ്ട്. പഴം കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും മിക്സ് ആക്കുമ്പോഴാണ് ഇതിൻ്റെ രസം നമുക്ക് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല മാതിരിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മാവിൻ്റെ വരട്ട് ലെവലായി വെള്ളം എൻ്റെ കുറച്ചുകൂടി ശർക്കര വെള്ളം നമ്മൾ മാറ്റി വെച്ചിരുന്നു. അത് തുള്ളി പാർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ലെവലായി. അപ്പോൾ എല്ലാവരും മിക്സാക്കി വരട്ട് അവലിൻ്റെ മിക്സ് വരട്ട് ലെവലായി വന്നിട്ടുണ്ട്. നമ്മളതിന് കോഴി കൊട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളത് സെർവ് ചെയ്യുമ്പോൾ വേറെ കാണിച്ചു തരാം. ഇങ്ങനെ കോഴി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ കടല ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ നട്ട്സും കൂടി കൂട്ടുമ്പോഴാണ് ഇതിൻ്റെ ഒരു രസം കിട്ടുക. അപ്പോൾ ഇവിടെ അവല് പഴം ക്യാരറ്റ് വരട്ട് ലെവലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മൂടി വെക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതാ ഞാൻ നേന്ത്രപ്പഴം പിന്നെ ക്യാരറ്റ് അവലൊക്കെ പഴം വരട്ടുണ്ടാക്കിയത് ലെവലായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ്. വളർത്തി കൊടുക്കാൻ പോവുകയാണ്. നമ്മളെല്ലാ സാധനങ്ങളും ലെവലായി വന്നു. ഇത് അവലും പഴം ക്യാരറ്റും ഐസ്ക്രീമും കൊണ്ടുള്ള മിക്സ് ആണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. കഴിച്ചു നോക്കി അടിപൊളി സാധനം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.